മതവിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത രണ്ട് പണ്ഡിതന്മാർ മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിലിരുന്ന് മതത്തെപ്പറ്റി ആധികാരികമായി അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുകയായിരുന്നു. പണ്ഡിതന്മാരെ എത്ര വികൃതമാക്കിയാണ് അവർ സംസാരിക്കുന്നത്. പണ്ഡിതന്മാർ യഥാർത്ഥ ലോകത്തിൽ നിന്ന് ഡിസ്കണക്റ്റ് ആണെന്നാണ് അജിംസ് പറയുന്നത്. ഏതെങ്കിലും മതപണ്ഡിതന്മാരുടെ അടുത്തുപോയി ഒന്നിരുന്നു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നമ്മളാണ് ഡിസ്കണക്റ്റായ ആളുകളെന്ന്. പുഴക്കാട്ടിരി ഉസ്താദിൻ്റെ ലഭ്യമായ പ്രഭാഷണങ്ങൾ കേട്ടാലും നിങ്ങൾ പറഞ്ഞ വാദഗതിയുടെ അബദ്ധം ബോധ്യമാകും. പുതിയ കാലത്തെ മതപണ്ഡിതന്മാരുടെ അടുത്തിരിക്കണമെന്നില്ല, മതവിദ്യാർത്ഥികളുടെ അടുത്തിരുന്നാൽ പോലും ബോധ്യമാവും അവരെത്രമാത്രം അപ്ഡേറ്റഡ് ആണെന്ന്. പുതിയ കാലത്തിനനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കുന്നവരെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുക എന്ന ഭീമാബദ്ധവും അജിംസ് പറയുന്നുണ്ട്. ആരാണ് നിങ്ങളോട് ഇത്തരം ശുദ്ധഭോഷ്കങ്ങൾ വിളമ്പിയത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പരിചയം വെച്ച് നിങ്ങൾ അവർ ചെയ്യുന്നതാണ് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിക്കരുത്. പുതിയ കാലത്തിനനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജോലിയാണ്. കാലങ്ങളേറെ അവരുടെ തട്ടകത്തിലിരുന്ന ഒരാൾ അങ്ങനെ ധരിക്കുന്നതിൽ അയാളെ കുറ്റം പറയാനാവില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നതും പള്ളികളിൽ നമസ്കാരം നിർവഹിക്കുന്നതിനെയും രണ്ടാം കിട ജോലിയാണ് പോലും. ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഇരുട്ടുമുറിയിൽ കസേരയിലിരുന്ന് ലോകത്തുള്ളവരെ പറ്റി ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന മട്ടിൽ അഭിപ്രായം പറയലാണ്. 6-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മതം 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ അപ്ഡേഷൻ ആവശ്യമുണ്ടത്രേ. പുതിയ വ്യാഖ്യാന സാധ്യതയുള്ളതിന് മാത്രമാണ് നിലനിൽക്കാൻ സാധിക്കുക. ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. മതനിയമങ്ങൾ പറയാൻ നിങ്ങൾക്കെന്താണ് അധികാരം? ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെപ്പറ്റി ചെറിയ രീതിയിലെങ്കിലും ഗൃഹപാഠം നടത്തുന്നത് നല്ലതാണ്. ആനുകാലിക വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ വേണ്ടി ChatGPTയും ഗൂഗിളും അവലംബിക്കാറുള്ളത് പോലെ ഇസ്ലാമിനെ പറയുമ്പോഴും ChatGPTയെയും ഗൂഗിളിനെയും അവലംബിച്ചു എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. മൗദൂദി എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി ആധികാരികമായി അഭിപ്രായം പറയുന്ന ദാവൂദിൻ്റെ കൂട്ടുകാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പണ്ഡിതന്മാരെ ഫ്യൂഡൽ പാർട്ടിയാർക്കി എന്നാണ് ആക്ഷേപിക്കുന്നത്. ഒരു മതത്തിലെ പണ്ഡിതന്മാരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുമതി നൽകിയത്? മാധ്യമപ്രവർത്തനമെന്നാൽ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതാണോ? ഭർത്താവ് മരിച്ച വിധവ എന്ന പ്രയോഗമാണ് നിങ്ങളെ അലോസരപ്പെടുത്തിയതെങ്കിൽ പണ്ഡിതന്മാർ ഒന്നുമല്ല, ഇസ്ലാം ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന സംസാരത്തിൽ വിയോജിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. ഇതൊന്നുമല്ല അത്ഭുതം. സോഷ്യൽ മീഡിയയിൽ സംഘടിത സക്കാത്തിനെപ്പറ്റി ഇത്രയധികം വിവാദങ്ങൾ നടന്നിട്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഔട്ട് ഓഫ് ഫോക്കസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാവും? സക്കാത്ത് തുക കൊടുക്കുന്നത് ആളുകൾ നിർത്തലാക്കിയാൽ മാസാവസാനം ശമ്പളം നൽകാൻ ഹിറാ സെൻ്ററിന് താങ്ങില്ല എന്ന ബോധ്യം തന്നെയാവും അത്. തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് ബോധ്യമാവുമ്പോൾ വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി സ്ഥിരമായി ചെയ്യുന്നത് പോലെയാണ് പ്രസ്തുത പ്രഭാഷണ വിവാദവുമെന്ന് 3 നേരം ആഹാരം കഴിക്കുന്നവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലേ? അത് ഏത് കിതാബിലാണുള്ളത്? അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഒരു ചോദ്യം. ഒരുപാട് അജണ്ടകളും വിവരക്കേടുകളും അടങ്ങിയ ഒരു ചോദ്യമാണിത്. ആ ചോദ്യത്തിലെ കുനുഷ്ട് മനസ്സിലാകണമെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഒരു സ്ത്രീ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു. പോകുന്ന വഴിയിൽ ഒരു അരുവി കാണുന്നു. അതിൽ ആർമാദിച്ചു കുളിക്കുന്നു. അതവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ വീഡിയോ പകർത്തുന്നു. എന്നിട്ട് അതൊരു മഹാസംഭവമാക്കി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. കണ്ടോ, 25 കൊല്ലമായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്ന വിധവ ഇപ്പോൾ സ്വതന്ത്രമായി കുളിച്ച് നീരാടി രസിക്കുന്നു. എന്ത് മനോഹരമായ കാഴ്ച! സ്വാഭാവികമായും അതറിയുന്ന മതപണ്ഡിതന്മാർ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുന്നു. ഉടനെ ലക്ഷണമൊത്ത് ഇരകിട്ടിയ സന്തോഷത്തിൽ മാധ്യമങ്ങളും ലിബറസ്റ്റുകളും തുള്ളിക്കളിക്കുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അറിയാത്ത സാധുക്കൾ അതിനൊപ്പം തുള്ളുന്നു. എന്നിട്ട് അവർ വലിയ വായിൽ ചോദിക്കുന്നത്, കുളിക്കുന്നത് തെറ്റാണോ? കുളിക്കൽ സുന്നത്തല്ലേ? ഏതു കിതാബിലാണ് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അയാളുടെ സ്വന്തം വക പറയുകയാണ്, ഇസ്ലാമിൽ അങ്ങനെയില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇതുതന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെയും ഉൾസാരം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹങ്ങളും
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങളും കഥയറിയാതെയാണ്. സ്ത്രീക്ക് യാത്രകൾ ഇസ്ലാം വിലക്കിയിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ കാലാകാലം അങ്ങനെ കഴിയണമെന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, പറ്റുമെങ്കിൽ വിവാഹം കഴിക്കണമെന്നും യാത്ര ചെയ്യണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനും നിയമങ്ങളും ചട്ടക്കൂടുകളുമുണ്ട്. അന്ധകാര യുഗത്തിൽ നടന്നതുപോലെ നടക്കരുത് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ മതപരമായ ബാധ്യതയുമാണ്. നിയമം ആരു പറഞ്ഞാലും അവരുടെ കൂടെ നിൽക്കും. ഒരു ഇത്താത്ത അവിടെ കുളിച്ചതുകൊണ്ടോ ഡ്രസ്സ് അഴിച്ചിട്ടതുകൊണ്ടോ ആ പണ്ഡിതന് എന്നല്ല ഏതു പണ്ഡിതനാണെങ്കിലും വ്യക്തിഗതമായി ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ പഠിച്ചത് പറയൽ അവരുടെ ബാധ്യതയാണ്. അതവർ നിറവേറ്റുന്നു. ആര് കുരച്ചാലും ശരി.